ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ആയിരുന്നല്ലേ റിയാക്ടിനെ ഡിസ്കസ് ചെയ്തത്. യൂസ് സ്റ്റേറ്റ് ഹുക്കിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ റിയാക്ടിന്റെ രണ്ടാമത്തെ ബിൽറ്റ് ഇൻ ഹുക്ക് യൂസ് എഫക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം എന്താണ് ഈ യൂസ് എഫക്റ്റ് എന്ന് നോക്കാം. റിയാക്ടിന്റെ ഫങ്ഷണൽ കോമ്പോണൻസിലുള്ള സൈഡ് എഫക്ട്സിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് എഫക്റ്റ് ഹുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൈഡ് എഫക്ട്സ് എന്താന്ന് ചോദിച്ചാൽ റിയാക്ടിന്റെ ഒരു കോമ്പോണന്റ് റെൻഡർ ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രൈമറി പർപ്പസ് ഉണ്ടാവും. ഇപ്പൊ ഒരു ലിസ്റ്റിന്റെ കോമ്പോണന്റ് ആണെങ്കിൽ ഇത് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായിരിക്കുമല്ലോ അതിന്റെ പ്രൈമറി പർപ്പസ്. പിന്നെ ഇതിൽ നിന്ന് മാറിയിട്ട് ഇതിന്റെ മെയിൻ ഫ്ലോയിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ടൈം ഇന്റർവെല്ലിൽ സെറ്റ് ചെയ്തിട്ട് പീരിയോഡിക് ആയിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യുക, API റിക്വസ്റ്റ് പോവുക, ഏതെങ്കിലും ഒരു പുതിയ എലമെന്റിന്റെ ഒരു ബട്ടൺ ക്ലിക്കിലൊക്കെ വരുമ്പം ആഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രൈമറി പർപ്പസിന് സെപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കുന്നതാണ്. ഇതൊക്കെ API റിക്വസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റേസ് കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ കോഡിൽ വന്ന് കൂടുതൽ കോംപ്ലക്സിറ്റീസ് നമ്മുടെ കോഡിൽ ജനറേറ്റ് ചെയ്യും. ഈ API റിക്വസ്റ്റ് പോലുള്ള സൈഡ് എഫക്ട്സിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് എഫക്റ്റ് ഹുക്ക് റിയാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തൊക്കെയാണ് യൂസ് എഫക്റ്റ് ഹുക്കിന്റെ ബെനിഫിറ്റ് നോക്കിയാലോ. ആദ്യത്തെ ബെനിഫിറ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ആണ്. നമ്മൾ ക്ലാസ് കോമ്പോണൻസ് പഠിച്ച സമയത്ത് അവിടെ ലൈഫ് സൈക്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഏതൊക്കെയായിരുന്നു? കോമ്പോണന്റ് ഡിഡ് മൗണ്ട്, കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റ്, കോമ്പോണന്റ് വിൽ അൺമൗണ്ട്. ഇതൊക്കെ ക്ലാസ് കോമ്പോണൻസിൽ സൈഡ് എഫക്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നു അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ HTTP റിക്വസ്റ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, കോമ്പോണന്റ് കംപ്ലീറ്റ് ആയിട്ട് UAL റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ കോമ്പോണന്റ് ഡിഡ് മൗണ്ട് മെത്തേഡ് ട്രിഗർ ചെയ്യും. അവിടെയാണ് നമ്മൾ HTTP റിക്വസ്റ്റ് ഒക്കെ പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെ നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അസിൻക്രണസ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്, അതായത് ഈ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് നടക്കുന്നത് യൂസ് എഫക്റ്റ് ഹുക്ക് ത്രൂ ആണ്. അടുത്ത ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അവോയ്ഡിങ് റേസ് കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കോഡ് അസിൻക്രണസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡാറ്റ ഫെച്ചിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റേസ് കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നത് യൂസ് എഫക്റ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് ക്ലീൻ അപ്പ്. അതായത് യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ ഒരു ക്ലീനപ്പ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഇപ്പൊ എന്തെങ്കിലും ഈവൻ ലിസണേഴ്സിന്റെ അൺസബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ API റിക്വസ്റ്റിന്റെ ക്യാൻസൽ, ഇപ്പം API റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ മെമ്മറി ലീക്കേജിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലീനപ്പ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് എഫക്റ്റ് ഹുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് എഫക്റ്റ് ഹുക്ക് എന്താന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത വീഡിയോ തൊട്ട് യൂസ് എഫക്റ്റിന്റെ എക്സാമ്പിൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഏറ്റവും ബേസിക് ആയിട്ട് ഫങ്ഷണൽ കോമ്പോണൻസിൽ സൈഡ് എഫക്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് എഫക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്